ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം കേട്ടോ. നമുക്ക് സവാള വേണം, ക്യാരറ്റ് വേണം, ബീൻസ് വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം. അപ്പോൾ ഇതൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്, എന്നാലും ഞാൻ പറയുന്നത്. പിന്നെ തേങ്ങ വേണം കേട്ടോ, തേങ്ങ മെയിനാണേ. അതൊരു പ്രത്യേക രുചിയാണ് തേങ്ങ ഇടുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം കേട്ടോ. തീ കത്തിച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന് മൂപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. എന്നാലും ഇടയ്ക്ക് വെച്ചൊരു ഉടായ്പ് കാണിച്ച് ഞാനത് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ബീൻസും ക്യാരറ്റും അതിൽ വഴറ്റുകയാണ്. അപ്പോൾ ഈ സമയത്താട്ടോ ഞാൻ ഉഴുന്നിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസ് അതെല്ലാം കൂടി ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ആ വെളിച്ചെണ്ണയിൽ ഉഴുന്നിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പാകമായി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ക്യാരറ്റും ബീൻസൊക്കെ പാകമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. റവ എടുക്കുന്നത് എന്തോരം അളവാണ് അതിൻ്റെ ഇരട്ടി അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ ഞാൻ തേങ്ങ ഇടും, പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. പിന്നെ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം റവ ഇടാനായിട്ട്. അപ്പോൾ റവ ഇട്ടതിന് ശേഷം നമ്മൾ പയ്യെ ചെറു തീയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാനായിട്ട്. അതപ്പം വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേനും നല്ല കൃത്യമായിട്ട് റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റാക്കിയത് മനോജേട്ടനാട്ടോ. പുള്ളിക്കാരൻ വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഡിഷ് ഞാൻ കടല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടവും വറുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ഉപ്മാ റെഡിയാണേ.